ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ പച്ച മാങ്ങായും ചക്കക്കുരുവും കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മൂമ്മ പണ്ടുണ്ടാക്കിയിരുന്നു. നല്ല മാങ്ങ ഇട്ട് മീൻ പറ്റിച്ച പോലൊക്കെയുള്ള ഒരു ടേസ്റ്റൊക്കെ ആയി ഇതിന് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചക്കക്കുരു കിട്ടി. ചക്ക എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ചക്കയൊന്നും കൊണ്ടുവരാനുള്ള പറ്റിയ സാഹചര്യവുമല്ലായിരുന്നു. അപ്പോൾ ചക്കക്കുരു കൊണ്ടുവന്നിട്ട് പച്ചമാങ്ങയൊക്കെ മേടിച്ച് ഒരു തോരൻ വെക്കാമെന്ന് കരുതി. നാട്ടിൽ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ആദ്യം ഞാൻ ഈ ചക്കക്കുരു ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. കുറച്ചൊക്കെ വൃത്തിയാക്കി ബാക്കി വൃത്തിയാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന്. നമ്മൾ ചക്കക്കുരു മാങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടെ അരിഞ്ഞതൊരു ചട്ടിയിലേക്ക് എടുത്തു. അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അരമുറി ഒരു തേങ്ങയുടെ പകുതി അത് തിരുമ്മി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, അത്യാവശ്യം എരിവുള്ള 4 പച്ചമുളക് ഇട്ടു, അത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി കീറിയിട്ടു, അതുപോലെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതുകൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരു മാങ്ങയിലേക്കും ചേർക്കാൻ പോവുക. ഞാൻ തേങ്ങയും മസാലയെല്ലാം കൂടെ തിരുമ്മി യോജിപ്പിച്ചത് ചട്ടിയിലേക്ക് ഇട്ടു. പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിൽ ഒരു ഉള്ളി, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ഞാൻ ഒരു ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, കാരണം ചക്കക്കുരു വേവാനുള്ള വെള്ളം വേണം, അത് ഒഴിച്ചിട്ട് ഞാനിത് അടുപ്പയിലേക്ക് വെച്ച് പറ്റിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഞാനിത് അടുപ്പയിലേക്ക് വെക്കാൻ പോവാം. ഞാൻ ഇത് അടുപ്പയിൽ വെച്ചു. അടുപ്പയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഗ്യാസ് ഓണാക്കി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ്, ചക്കക്കുരു വേവാൻ ഇത്തിരി സമയം എടുക്കും, വേവിച്ച് എടുക്കാം. ഇത് അടപ്പൊന്ന് മാറ്റി ഇതൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ നമുക്ക് കളയരുത്. ചക്കക്കുരു എന്ന് പറയുന്നത് അതിൽ ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീനുണ്ട്, അതുപോലെ ഫൈബറുണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോപ്പറുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. ഇത് ഹൃദ്രോഗികൾക്കും അതുപോലെ പ്രമേഹ രോഗികൾക്കും അതുപോലെ ക്യാൻസറിനെ തോൽപ്പിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചക്കക്കുരു കിട്ടുവാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മൾ ഒന്നുകൂടെ അടച്ചു വെച്ച് ചക്കക്കുരു വേവുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇതിന് സത്യം പറഞ്ഞാൽ മീൻ പറ്റിക്കുന്നതിൻ്റെ അതേ ഒരു റെസിപ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലൂടെ ഇതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കും. ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ. നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറിയിലെ ചക്കക്കുരുവൊക്കെ വെന്ത് വന്നു. ഒരല്പം കൂടെ പറ്റാനുണ്ട്. ഞാനപ്പം കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ അത് ഇരുന്ന് പറ്റിക്കോളും. നമ്മൾ കറിവേപ്പില ഇട്ടു, അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്, പച്ച വെളിച്ചെണ്ണ. ഇനി ഞാനിത് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യുകയാണ്. ഇരുന്നതൊന്ന് പറ്റും. അപ്പം നിങ്ങൾക്കൊക്കെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം.
പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.